ഏവർക്കും സ്നേഹവന്ദനം. ഭാര്യയെ ഉപദ്രവിക്കുകയും പരസ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും പക്ഷേ പുറത്ത് എല്ലാവരോടും വളരെ മാന്യതയോടും നല്ല ഇമേജോടും കൂടെ ജീവിക്കുകയും ചെയ്യുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരെക്കുറിച്ചാണല്ലോ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ മാനസിക അവസ്ഥയെ അതെന്തുകൊണ്ടാണ് അവരിങ്ങനെ പെരുമാറുന്നത് എന്നതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്, അവർ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഇത് വലിയ ഒരു വിപത്തായിട്ട് തീർന്നിരിക്കുകയാണ്. പുറമെയൊക്കെ നല്ല മേനി നടിച്ചും നല്ല സന്തോഷമുള്ളവരായിട്ടും നല്ല ഇമേജ് ഉള്ളവരായിട്ട് ജീവിക്കുകയും എന്നാൽ കുടുംബത്തിൽ വളരെ പ്രശ്നങ്ങളോടുകൂടെ കഴിയുകയും ചെയ്യുന്ന നിരവധി ആളുകളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ മാനസികാവസ്ഥ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് മനഃശാസ്ത്രത്തിൽ അഥവാ സൈക്കോളജിയിൽ ചില പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ബിഹേവിയർ പാറ്റേൺസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഒന്ന് വിശദമായിട്ട് നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമതായിട്ട് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ NPD എന്നാണ് പലപ്പോഴും ഇത്തരം പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെ നമ്മൾ വിളിക്കാറുള്ളത്. അവരുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് താൻ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണെന്ന അത്യന്തികം ആത്മഗർവം, മറ്റുള്ളവരുടെ വികാരങ്ങളെ പരിഗണിക്കാതിരിക്കുന്നത്, ലാക്ക് ഓഫ് എമ്പതി, ഇതൊക്കെയാണ് അവരിൽ കൂടുതലായിട്ട് കാണുന്നത്. സ്വന്തം ഇമേജ് സംരക്ഷിക്കാൻ പുറത്ത് വളരെ നല്ലവനായിട്ട് നടിക്കുകയും വീട്ടിൽ ഭാര്യയോടും കുടുംബാംഗങ്ങളോടും വളരെ മോശമായി തന്നെ അവരെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ. അവരുടെ തെറ്റുകൾക്ക് ഉത്തരവാദിത്വം സ്വയമേ ഏറ്റെടുക്കാതെ ഈ ആളുകൾ പലപ്പോഴും മറ്റുള്ളവരുടെ മേൽ കുറ്റങ്ങൾ ആരോപിക്കുന്ന ഒരു അനുഭവം കൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരം ആളുകൾക്ക് പലപ്പോഴും പബ്ലിക് ഇമേജ് വേഴ്സസ് പ്രൈവറ്റ് ബിഹേവിയർ എന്ന ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് പുറത്ത് വളരെ നല്ലവനാണ്, വിനീതനാണ്, വളരെ ആത്മീയനായിരിക്കും, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധാലുവായിരിക്കാം. എന്നാൽ വീട്ടിലാകുമ്പോൾ കോപം, നിയന്ത്രണമില്ലായ്മ, അധിക്ഷേപം, അതേപോലെ തന്നെ വീട്ടുകാരെയൊക്കെ അടിച്ചമർത്തുക, അതേപോലെ വയലൻസ്, ഇതൊക്കെയാണ് വീടുകളിൽ ഇത്തരക്കാർ പെരുമാറാറുള്ളത്. രണ്ടാമതായിട്ട് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഒരു മാനസിക രോഗം ഇത്തരക്കാരിൽ കാണപ്പെടുന്നു. ഇതും ചിലപ്പോൾ കാണപ്പെടുന്ന ഒരു മാനസിക സ്വഭാവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയാൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ അവഗണിക്കുക, കള്ളം പറയുകയും ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുക, കുറ്റബോധം കുറവ് ആയിരിക്കും ഇത്തരം ആളുകൾക്ക്, വഞ്ചനയും ദ്വന്ദ്വ ജീവിതവും, രണ്ട് തരത്തിലുള്ള ജീവിതവും ഇത്തരം ആളുകൾ കാണിക്കും. മാത്രമല്ല അവരുടെ ജീവിതം തന്നെ ഒരു ഡബിൾ ലൈഫായിരിക്കും. മൂന്നാമതായിട്ട് ഈ ആളുകൾ കോയർസീവ് കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണ സ്വഭാവം ഉള്ള ആളുകൾ. കോയർസീവ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നിയന്ത്രിക്കുക, എന്നാൽ അവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പോവുക. ഇതൊരു ഡൊമസ്റ്റിക് അബ്യൂസ് പാറ്റേണായിട്ടാണ് കാണുന്നത്. ഇതൊരു ഡൊമസ്റ്റിക് വയലൻസ് മാത്രമല്ല, ഇതൊരു ഡൊമസ്റ്റിക് അബ്യൂസ് പാറ്റേൺ ആണ്. അവരുടെ സ്വഭാവം ഭാര്യയെ ഭയപ്പെടുത്തി നിയന്ത്രിക്കുക, മാനസികമായി തകർക്കുക, പുറത്ത് നല്ല ആളായിട്ട് നല്ല ഇമേജൊക്കെ ബിൽഡപ്പ് ചെയ്യുന്ന ആളായിരിക്കും. ഭാര്യ പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കാത്ത വിധം ഇമേജ് അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാക്കും. ഇത് പല ഡൊമസ്റ്റിക് വയലൻസ് കേസുകളിലും കാണപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. നമുക്കറിയാവുന്ന പോലെ ഭാര്യ ഉപദ്രവിച്ചിട്ട് മാരകമായിട്ടൊക്കെ ഉപദ്രവിച്ചതിന് ശേഷം ഭർത്താവ് അത് അങ്ങനെ അല്ലായിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ സോപ്പിട്ട് തീർക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് കേസുകൾ ആ തരത്തിലുള്ളത് എൻ്റെ അടുക്കൽ വരാറുണ്ട്. നാലാമതായിട്ട് മക്കി വെല്ലിനിസം എന്ന് പറയും. ഇത് ഒരു മാനിപ്പുലേറ്റീവ് പേഴ്സണാലിറ്റി ട്രെയ്റ്റാണ്, ഒരു മാർക്കാണ്, അവരുടെ വ്യക്തിത്വത്തിലുണ്ടാകുന്ന ഒരു മുദ്രയാണ്. ഏത്? ഒരു മാനിപ്പുലേറ്റീവായിട്ടുള്ളത്. അതായത് അവരുടെ സ്വഭാവം ആളുകളെ ഉപയോഗിച്ച് അവർക്ക് ഇമേജ് ഉണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവർക്ക് ചുറ്റും എപ്പോഴും ഒരു പറ്റം ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് ഇമേജ് മാനേജ്മെൻറ്റ് വളരെ ശക്തമായിട്ട് അവർ ഉപയോഗിക്കുമെന്നുള്ളതാണ്. അവരുടെ വഞ്ചനയും ദ്വന്ദ്വ ജീവിതവും എന്ന് പറഞ്ഞാൽ ഇരട്ടത്താപ്പ് ജീവിതവും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അഞ്ചാമതായിട്ട് ഇതെല്ലാം കൂടി ചിലപ്പോൾ ഡാർക്ക് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്ന ഒരു വിഭാഗത്തിൽ അവരെത്തിച്ചേരുമെന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം.
അപ്പോൾ ഇത് മനഃശാസ്ത്രത്തിൽ ഡാർക്ക് ട്രേഡ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. അപ്പം ഡാർക്ക് പേഴ്സണാലിറ്റി ട്രേഡിലേക്ക് എത്തുന്നതിൻ്റെ പല അവാന്തര വിഭാഗങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഡാർക്ക് ട്രേഡ് ഇത് 3 ട്രേഡ്സ് ഇതിനകത്ത് കാണാൻ കഴിയും, 3 രൂപത്തിൽ ഇത് കാണാൻ കഴിയും. ഒന്ന് നാർസിസിസം, അതതിൻ്റെ അർത്ഥം സ്വയം മഹത്വവാനാണെന്ന് കരുതുകയും അതേപോലെ തന്നെ പെരുമാറുകയും ചെയ്യുക. രണ്ടാമത്തേത് മാക്യുവെല്ലിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിപ്പുലേറ്റീവ് ബിഹേവിയർ, അതൊരു സൈക്കോപ്പതിയാണ്. മാത്രമല്ല മറ്റുള്ളവരുടെ വേദനയെ പരിഗണിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് ഇത്തരം ആളുകൾ ചെയ്യാറുള്ളത്. അതിൻ്റെ മൊത്തത്തിൽ പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഭാര്യയെ അടിക്കുകയും പുറത്ത് നല്ല ഇമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളുടെ സ്വഭാവം സാധാരണയായി ഇതുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാണ്? നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, കോയർസീവ് കൺട്രോൾ ബിഹേവിയർ, ഡാർക്ക് ട്രേഡ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. അപ്പോൾ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം പെരുമാറ്റം മാനസിക രോഗം കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല എന്നുള്ളത് ഓർക്കണം. പലപ്പോഴും ഇത് പവർ കൺട്രോൾ മെൻറ്റാലിറ്റിയാണ്. പവർ കൺട്രോൾ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാര കേന്ദ്രീകൃതമായിട്ട് മറ്റുള്ളവരെ തങ്ങളിൽ ഒതുക്കി നിർത്തുക എന്നുള്ള മനോഭാവത്തോടെ ആ ആളുകൾ പെരുമാറുന്നതാണ്. മാത്രമല്ല അത് ലേൺഡ് ബിഹേവിയറാണ്. അതിനുവേണ്ടി അവർ മാനസികമായിട്ട് പ്രിപ്പയർഡായി, മാനസികമായിട്ട് ഒരുക്കമുള്ളവരായി മറ്റുള്ളവരെ ഏത് വിധത്തിൽ ചൂഷണം ചെയ്ത് തങ്ങൾക്ക് അടിമകളാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ കൾച്ചറൽ കണ്ടീഷനിങ് ആണ്, സാംസ്കാരികപരമായിട്ട്. അപ്പോൾ അവർ ഉയർന്ന തലത്തിലാണെങ്കിൽ മറ്റുള്ളവരെക്കാളൊക്കെ ഉയർന്നവരാണെന്നുള്ള ആ ബോധ്യം അത് ചെറുപ്രായം മുതൽ തന്നെ വേണമെന്നില്ല. തൻ്റെ അധികാര സീമയിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യം മുതലായിരിക്കും ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കേരളത്തിലെ ചില മന്ത്രിമാരും MLA-മാരും അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഈ വിധത്തിൽ പെരുമാറുന്നത് ഇത് ജന്മനാൽ നിങ്ങൾക്കുണ്ടായ ഒരു പ്രശ്നമല്ല, മറിച്ച് അധികാരം നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് കൊണ്ട് നിങ്ങൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അധികാര ശ്രേണിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങളെ വിടർത്തി കളയാനായിട്ട് ജനങ്ങൾ ഒന്നടങ്കം സംഘടിക്കേണ്ടതാണ്. അതിപ്പോൾ ഇന്ന പാർട്ടി എന്നില്ല, എല്ലാ പാർട്ടിയിലും ഇതുപോലുള്ള അധികാര ശ്രേണിയിൽ കയറിയിരിക്കുന്ന ചില പുങ്കുവന്മാരുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവരെക്കുറിച്ച് വലിയ ഇമേജുകളൊക്കെ നമ്മുടെ നാട്ടിൽ പല തരത്തിൽ നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരതിനു വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തുകയും അവരുടെ ശില്പന്തികൾ അതിനുവേണ്ടി ക്രമീകൃതമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാടിന് ദുരന്തം വിതയ്ക്കുമെന്നതിന് യാതൊരു സംശയമില്ല. എങ്ങനെയാണ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മളെ ഭരിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ആളുകളെ അവരുടെ എല്ലാ വിധത്തിലുള്ള അപ്രൈച്ചസ്നെസ്സും നമുക്ക് ബോധ്യമായിരിക്കണം. നമുക്ക് ഭരണം ശരിയായ രീതിയിൽ നടത്തിത്തരേണ്ടുന്നവർ ഇത്തരത്തിലുള്ള ആളുകളാണ്. ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ, കൂട്ടായിട്ടെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ നാടുകളുടെ ഗതി നിയന്ത്രിക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ ആയാലും സംസ്ഥാനത്തിൻ്റെ ആയിട്ടുള്ള ഗതികൾ നിയന്ത്രിക്കുക. അപ്പോൾ ഇത്തരം മനോവൈകല്യമുള്ള ആളുകളെയോ അല്ലെങ്കിൽ മനോവൈകല്യത്തിലേക്ക് തങ്ങളുടെ അധികാരത്തെ അവരെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തുവാനുള്ള ഉത്തരവാദിത്വം ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യുന്ന ആളുകൾക്കാണ്. അതുകൊണ്ട് വോട്ടിങ്ങിനുള്ള സമയമായിരിക്കുന്ന ഈ നാളുകളിൽ നമ്മൾ കൃത്യമായി ആരാണ് മത്സരിക്കുന്നതെന്നും എന്താണ് അവരുടെ മനോനില എന്നും തിരിച്ചറിയുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഇത് ഒരു പാർട്ടിക്ക് മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ച പോലെ എല്ലാ പാർട്ടികളിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. അവരുടെ അധികാരത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇട കൊടുക്കാതെ വണ്ണം നമ്മൾ ചില ചിട്ടകളും വ്യവസ്ഥകളും അതേപോലെ ചില ഉദാഹരണങ്ങളും അവരെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതിൽ ചിലരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തേണ്ടത് ആവശ്യമാണെന്ന് അറിയിച്ചുകൊണ്ട് അടുത്ത സെഷനിലേക്ക് പോകും വരെ നന്ദി, നമസ്കാരം.